തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടക്കുകയാണ്. മാർച്ചിൽ ഇപ്പോൾ സംഘർഷം രൂപപ്പെട്ടിരിക്കുന്നു. ആ ദൃശ്യങ്ങളിലേക്ക് വോട്ടർ പട്ടിക ക്രമക്കേടിൽ രാജ്യവ്യാപക പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ് വിവിധ പ്രതിപക്ഷ മുന്നണികൾ. അതിലിപ്പോൾ യുവജന സംഘടനകൾ കൂടി അണിചേരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണിപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിലേക്ക് നടക്കുന്നത്. ശരത് ലാൽ ഉണ്ട് വിവരങ്ങളുമായി. ശരത്ത്, പ്രതിഷേധം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം, എന്തൊക്കെയാണ് വിവരങ്ങൾ? വളരെ ശക്തമായ പ്രതിഷേധത്തിനാണ് ഇപ്പോൾ റൈസിന റോഡിൽ സാക്ഷ്യം വഹിക്കുന്നത്. പോലീസ് വിരട്ടി ഓടിക്കുന്നുണ്ടെങ്കിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചിന്നിച്ചേറി വീണ്ടും മാർച്ചിന് ഒരുങ്ങുകയാണ്. തീർത്തും സംഘർഷാവസ്ഥ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഏതായാലും യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ ഉദയഭാൻ ചിപ്പിന്റെ നേതൃത്വത്തിലുള്ള മാർച്ചാണ് ഇപ്പോൾ നടക്കുന്നത്. അത് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞിട്ടുണ്ട്. ഏതായാലും ബാരിക്കേഡ് തകർക്കാൻ അല്ലെങ്കിൽ മുന്നോട്ട് പോകാനുള്ള പ്രവർത്തകരെ ലാത്തി വീശി പുറകോട്ട് ഓടിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും പ്രതിപക്ഷം വളരെ ശക്തമായ രീതിയിലാണ് ഇപ്പോൾ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബലം പ്രയോഗിച്ച് പോലീസുകാരെ അറസ്റ്റ് ചെയ്യുന്ന ഒരു രംഗങ്ങളാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഏതായാലും പ്രവർത്തകരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കി തുടങ്ങി. ഏതായാലും ബസിന്റെ മുകളിലേക്ക് പോലും പ്രവർത്തകർ കയറി നിന്ന് ആവേശത്തോടെ കയറി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് ഏത് ഭാഗം കൂടിയും പോലീസിന്റെ കയ്യിൽ നിന്ന് നിയന്ത്രണം പോകുമോ എന്ന കാര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഏതായാലും ബസിന് മുകളിലുള്ള പ്രവർത്തകരെ താഴെ ഇറക്കാനുള്ള ഒരു ശ്രമത്തിലാണ് പോലീസ്. ഏതായാലും ഒരു കാര്യം നോക്കിയപ്പോൾ പറയാൻ കഴിയും, പോലീസുകാരെ ഒരു ബലപ്രയോഗം ഇപ്പോൾ നടത്തുകയാണ്. റാപ്പിഡ് ആക്ഷൻ ഫോഴ്സുകൾ ബലപ്രയോഗം നടത്തുകയാണ്. ഏതായാലും വളരെ ശക്തമായ രീതിയിലാണ് ബലപ്രയോഗം. മാധ്യമപ്രവർത്തകരടക്കം ബലം പ്രയോഗിച്ച് മാറ്റുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും സ്ഥലത്ത് സംഘർഷാവസ്ഥ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇപ്പോൾ ബസിന്റെ മുകളിലുള്ള പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് ഇറക്കുകയാണ് അഖില. ഏതായാലും സ്ഥലത്ത് സംഘർഷാവസ്ഥ തുടരുന്നു എന്ന് വേണം പറയാൻ. കാരണം ഇവിടെ എത്തിയിട്ടുണ്ട് അഖില. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടക്കുകയാണ്. ബസിന് മുകളിൽ കയറിയ പ്രതിഷേധകരെ താഴെ ഇറക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസ്. അവിടെ വലിയ പ്രതിഷേധമാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധി ഇങ്ങനെ ഒരു കാര്യം പുറത്തുവിട്ടതിന് ശേഷം രാജ്യവ്യാപകമായി ഉണ്ടായത്. വലിയ പ്രതിഷേധങ്ങൾ അരങ്ങേറി. പ്രതിപക്ഷത്തിന്റെ ശക്തി എന്തെന്ന് കാണിച്ചു കൊടുക്കുന്ന പ്രതിഷേധമായിരുന്നു ഇന്നലെ അവിടെ അരങ്ങേറിയത്. ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കൾ MP-മാർ റോഡിലിറങ്ങി റോഡിലിരുന്ന് പ്രതിഷേധിക്കുന്നതാണ് നമ്മൾ ഇന്നലെ കണ്ടത്. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധിയും കനിമൊഴിയും അങ്ങനെ ശശി തരൂരും അടക്കം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയിട്ടുള്ള മന്ത്രിമാർ, പ്രതിനിധീകരിച്ചെത്തിയിട്ടുള്ള MP-മാർ അവിടെ എത്തി പ്രതിഷേധം നടത്തുന്നതാണ് ഇന്നലെ നമ്മൾ കണ്ടത്. അവരെ അറസ്റ്റ് ചെയ്തെന്ന നീക്കമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇന്നലെ. ഇന്നിതാ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ, യുവാക്കൾ അവിടെ പ്രതിഷേധ സമരവുമായി എത്തുകയാണ്. ഭരണഘടനയെ സംരക്ഷിക്കാൻ, ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ പ്രതിപക്ഷം ഒന്നാകെ അണിനിരക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ അവിടെ നിന്ന് കാണുന്നത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്കാണ് വലിയ പ്രതിഷേധം യുവജന സംഘടനയായ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ആ പ്രതിഷേധകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ എത്തിയിരിക്കുന്ന വാഹനത്തിന് മുകളിൽ കയറി യൂത്ത് കോൺഗ്രസിന്റെ കൊടി ഉയർത്തുകയാണ് ആ യുവാക്കൾ. വലിയ പ്രതിഷേധമാണ്. രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടുള്ള നീക്കത്തിനെതിരെ പ്രതിപക്ഷം നടത്തുന്നത്. देश के लोकतंत्र के लिए, देश के लोगों को के वोट बचाने के लिए हम सड़कों में हैं, तो पैरामिलिट्री को लगा के बता रहा है मोदी कितना कमजोर है। मोदी एक कमजोर प्रधानमंत्री है, वोटों का चोर करने वाला प्रधानमंत्री है। वोटों की चोरी की है इस प्रधानमंत्री ने। नरेंद्र मोदी को, अमित शाह को शर्म आनी चाहिए और ये संघर्ष रुकेगा नहीं।
ये संघर्ष चलता जाएगा। इस्तीफा देना चाहिए, इलेक्शन कमिश्नर को माफी मांगनी चाहिए, नरेंद्र मोदी को। भारत के लोगों की वोट चोरी करके वो प्रधानमंत्री बने, और आज जब हम आवाज उठा रहे हैं तो पैरामिलिट्री वालों को आगे कर रहे हैं। चोरी करे मोदी और पैरा दे मिलिट्री वाले। मोदी जी कैसा काम देश के लोगों से करवा रहे हैं, ये हम बर्दाश्त नहीं करेंगे। जब तक मोदी लड़ता है വോട്ട് ചോരിയിൽ പ്രതിഷേധം കനക്കുകയാണ്. യുവജന സംഘടന യൂത്ത് കോൺഗ്രസ് അവിടെ കനത്ത പ്രതിഷേധമാണ്. അവരെ തടയാനും പ്രതിഷേധത്തെ ശമിപ്പിക്കാനും ഒക്കെ അധികൃതരും സൈന്യവും എല്ലാം അവിടെ ഉണ്ട്. അവരെല്ലാം അതിന് ശ്രമിക്കുന്നുമുണ്ട്. ശരത് ലാൽ ഉണ്ട് അവിടുന്ന് വിവരങ്ങളുമായി. ശരത്ത്, എന്തൊക്കെ വിവരങ്ങളാണ് അവിടെ നിന്ന് ലഭിക്കുന്നത്? വോട്ട് ചോരിയിൽ പ്രതിഷേധം നടക്കുകയാണ്. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ ഓഫീസിന് മുൻപിൽ അവിടെ വോട്ട് ചോരിയിൽ യൂത്ത് കോൺഗ്രസ് ആണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. വലിയ പ്രതിഷേധമാണ് അവരവിടെ ഉയർത്തുന്നത്. മുദ്രാവാക്യങ്ങളുമായി മോദി സർക്കാരിനെയും ഈ ഇലക്ഷൻ കമ്മീഷന്റെ ഇപ്പോഴുള്ള ഈ നടപടിക്രമങ്ങളെയും മൗനത്തെയും എല്ലാം ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ശരത് ലാൽ ഉണ്ട് വിവരങ്ങളുമായി. ശരത്ത്, അവിടെ സംഘർഷ സാധ്യത ഒഴിഞ്ഞെന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അതെ, പോലീസ് ഇപ്പോൾ ബലം പ്രയോഗിക്കാനുള്ള നീക്കത്തിലാണ്. CRPFന്റെ പ്രത്യേക ബറ്റാലിയനെ ഇപ്പോൾ ഉള്ളിലേക്കൊക്കെ ചെയ്യാണ്. പോലീസ് പൂർണ്ണമായി തള്ളി നീക്കുകയാണ്. പുറത്തേക്ക് ബസ്സോട് കൂട്ടിയിട്ട് യൂത്ത് കോൺഗ്രസിലെ ഓഫീസിലേക്ക് പോലീസ് കയറുമോ എന്നതാണ് നമുക്കിനി അറിയേണ്ടത്. ഏതായാലും ശക്തമായ ഒരു പോലീസ് സൈന്യമുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് പ്രവർത്തകരെ വിരട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കില എന്താണ് നടക്കുന്നത് നമുക്ക് ഇപ്പോൾ അത്ഭുതം. കാരണം പോലീസിൻ്റെ വലയം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം യൂത്ത് കോൺഗ്രസ് ഓഫീസിലേക്ക് പോലീസ് കയറുമോ എന്നറിയില്ല. ഏതായാലും അതിശക്തമായ പോലീസ് സന്നാഹം വന്നുകൊണ്ടിരിക്കുന്നു എന്ന് വേണമാണ് നമുക്ക് പറയാനുള്ളത്. ഏതായാലും നമുക്ക് ഇവിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നമ്മളോടൊപ്പം ഉണ്ട്. എന്താണ് നമുക്ക് ചോദിക്കാം? ഒരു नरेंद्र मोदी मुर्दाबाद, मुर्दाबाद, नरेंद्र मोदी मुर्दाबाद। आज जो चुनाव आयोग और बीजेपी, आज लोकतंत्र का गला घोटा जा रहा है। देखने में ये आ रहा है कि वोट चोरी हो रहे हैं। अगर वोट डुप्लीकेट है तो क्या गारंटी है कि वो कांग्रेस के ही है, तो वोट बीजेपी के ही है। दोनों पार्टियों को सोचना चाहिए। हम लोग विरोध कर रहे हैं, हम जानते हैं फर्जी वोट है। बीजेपी क्यों इसमें हस्तक्षेप नहीं कर रही है और वो उसमें डिफेंड कर रही है, सोचने वाला विषय है। പോലീസ് സമാധാനം പോലീസ് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. പോലീസ് നമുക്ക് കേൾക്കാൻ പറ്റും പോലീസിന്റെ അനൗൺസ്മെന്റ്. ഏതായാലും പോലീസ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ഓഫീസ് വളഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അവിടെ നിന്നുള്ള പ്രവർത്തകർ താഴോട്ട് ഇറങ്ങുന്നതിനെ തടഞ്ഞു നിൽക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ പൂർണ്ണ രൂപത്തിൽ പോലീസ് യൂത്ത് കോൺഗ്രസ് ഓഫീസിലെ പോലീസ് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. കാരണം എന്ന് വെച്ചാൽ പോലീസ് അകത്തേക്ക് കയറിയ പോലീസ് മുന്നേ നേതാക്കൾ ഇടപെട്ട് ഇറങ്ങിലേക്ക് ചെയ്യാണ്. കാരണം ഓഫീസിലേക്ക് കടക്കാൻ കഴിയില്ല, സമ്മതിക്കില്ല എന്നൊരു കാരാണ് ഇപ്പോൾ പറയുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്,
ഇന്ദ്രപ്രസ്ഥത്തിൽ പാർലമെന്റ് തൊട്ടടുത്ത് ഇത്തരമൊരു സംഘർഷം സാധാരണ നിലയിൽ കാണാറില്ല. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായ പോലീസ് സന്നാഹം ഉടനേക്ക് എത്തിയിട്ടുണ്ട്. കാരണം 2000-ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോടൊപ്പം തന്നെ ഒരു 2000-ഓളം പോലീസുകാരും ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഈ പ്രദേശത്ത്. അത്ര സംഘർഷാവസ്ഥയാണ്. ഇവിടുന്ന് വെറും 500 മീറ്റർ അകലെ മാത്രമാണ് പാർലമെന്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെ പോലീസ് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമായതിനാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ചാണ് നടക്കുന്നത്. ഇന്നലെ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി മാർച്ചുണ്ടായിരുന്നു. ഇത് രാഷ്ട്രീയപരമായ ഒരു മാർച്ചല്ല, ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള ഒന്ന് എന്നായിരുന്നു ഇതിനെല്ലാം നേതൃത്വം നൽകുന്ന രാഹുൽ ഗാന്ധി ഇന്നലെ പറഞ്ഞത്. അത് ശരിവെക്കും വിധത്തിൽ സകല രീതികളിലും പ്രതിരോധിക്കാനുള്ള നീക്കങ്ങളിലേക്കാണ് പ്രതിപക്ഷ സംഘടനകൾ കടക്കുന്നത്. ഇന്ത്യ സഖ്യം കടക്കുന്നത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ് അവിടെ നടക്കുന്നത്. വോട്ട് ചോരിയിൽ പ്രതിഷേധം കടുക്കുകയാണ്. ശരത് ലാലാണ് വിവരങ്ങൾ നൽകിയത്.